തമാലയുടെ തേങ്ങ ചിരകലോട് കൂടി ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങിനും ഉച്ചത്തേക്കും ഒക്കെ വേണ്ടിയിട്ട് തമാല ഇവിടെ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോർമലി തേങ്ങ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ്, എന്നിട്ട് അതിന് ആവശ്യമുള്ളതൊക്കെ എടുക്കുക ചെയ്യുക. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അപ്പം ആണല്ലോ നമ്മൾ തേങ്ങ ചിരകി എടുക്കാറുള്ളത്. പക്ഷേ ഞങ്ങളിവിടെ ഒരു തേങ്ങ പൊട്ടിക്കുമ്പോൾ തന്നെ അത് മൊത്തം ചിരകി ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ പുറത്ത് ഇതേ നെൽസം വന്നിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടുന്നതുകൊണ്ട് പൈപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാക്കണം. അതുപോലെ തന്നെ ആകാശത്തൊക്കെ നല്ല കാർമേഘം നിൽക്കുന്നുണ്ട്, അതിനോടൊപ്പം നല്ല വെയിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറിയില്ല മഴ പെയ്യോ അതോ ഇനി നല്ല വെയിലാണോ വരാൻ പോകണതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ആകാശത്തൊക്കെ കാർമേഘം ഉണ്ട്, വെയിലും ഉണ്ട്. നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ മഴ കിട്ടിയത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മണ്ണിലൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ട് ചെടിയൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. സൂര്യൻ ഇതാ ഈ കാർമേഘത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പൊന്തി വരാൻ നോക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വെയിലാണോ മഴയാണോ വരാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഒരു ക്ലൈമറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഒരു സുന്ദരി റോസ് ഉണ്ടായി നിൽക്കുന്നുണ്ട്, അടിപൊളി റോസ്. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പൂക്കളുണ്ടാവേ, തുരുതുരാ പൂക്കളുണ്ടാകും, അതും വലിയ വലുപ്പത്തിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പൂ മാത്രമേ ഇപ്പം ഉണ്ടായിട്ടുള്ളൂ, ഇനിയിപ്പോൾ വൈകാതെ ബാക്കി പൂക്കളുണ്ടാകും. ഇതെൻ്റെ റോസ്മേരിയും ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. കാറ്റടിക്കുന്നത് കൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് അധികം വലുപ്പം വെക്കാതെ താഴത്ത് തന്നെ അതിന് വേറെ ശിഖരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വേറൊരു ഡ്രമ്മിലേക്ക് ആക്കി മാറ്റി നടാനായിട്ടുണ്ട്. മാറ്റി നടണം. അതേപോലെ തന്നെ കാറ്റ് കിട്ടാത്ത ഏരിയയിലേക്ക് വേണം അത് മാറ്റി നടാൻ. അതുപോലെ ഇതേ രണ്ടാമത് എൻ്റെ ആദ്യത്തെ എല്ലാ തക്കാളിയും കഴിഞ്ഞതിന് ശേഷം നട്ടിട്ടുള്ള തക്കാളി തൈകളൊക്കെ വലുതായി പൂവായി അതിൽ കായായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തവണത്തേക്കുള്ള തക്കാളി നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ബ്രിഞ്ചാൾ, നമ്മുടെ വഴുതനി അവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തൊരു 4-5 മൂട് കപ്ലങ്ങ, ഞങ്ങൾ കപ്ലങ്ങ കറുത്ത എന്നൊക്കെ പറയും. പപ്പായേൻ്റെ തൈ, പല സ്ഥലങ്ങളിലും ഇതിന് പല പേരാണ് പറയുന്നറിയാം. എന്നാലും ഞങ്ങൾ കപ്ലങ്ങ എന്നാണ് പറയാറ്. അപ്പോൾ കപ്ലങ്ങേൻ്റെ തൈ 4 എണ്ണം ഞാൻ മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള ഒരു മത്തൻ്റെ ഒക്കെ ഷേപ്പിലാണ് ആ ഒരു പപ്പായ ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ അത് മാറ്റി നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വീറ്റ് കോൺ, ഇത് രണ്ടാമത് നട്ടിട്ടുള്ള, അതായത് ആദ്യത്തെ വിളവിന് ശേഷം നമ്മൾ നട്ടിട്ടുള്ള സ്വീറ്റ് കോൺ ആണ്. 4-5 മൂട് സ്വീറ്റ് കോൺ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഓരോരോ മുകളത്തു നിന്നും ഈ സ്വീറ്റ് കോൺ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ഓരോ ശിഖരത്തിൻ്റെ ഇടയിൽ കൂടെ സ്വീറ്റ് കോൺ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വീറ്റ് കോൺ ഉണ്ടാവുന്നതിന് മുന്നേ ഇതിൽ കതിരിടും കേട്ടോ. ചെടിയിൽ കതിരിടുമ്പോഴാണ് നമ്മളത് മെച്യൂറായി എന്ന് മനസ്സിലാവുക. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ സ്വീറ്റ് കോണിൻ്റെ ഓരോരോ കോണുകൾ വന്നു തുടങ്ങുന്നുണ്ട്. ഇതേ ഒരാളുണ്ട് ആ കമ്പീൻ്റെ ഇടയിൽ കൂടെ എത്തി നോക്കി നിൽക്കണ തങ്കു കളിക്കാൻ പോയതാണ് കേട്ടോ. ഓടിത്തുള്ളി വരുന്നുണ്ടല്ലേ. തങ്കുവിൻ്റെ മുടിയൊക്കെ വെട്ടി സുന്ദരനാക്കിയിട്ടോ. കാരണം ഞങ്ങൾ ഈ മാസം ലാസ്റ്റ് നാട്ടിലേക്ക് വരികയാണല്ലോ. അപ്പം മുടിയൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരാരും നമ്മൾ കെയർ ചെയ്യണ പോലെ വേറെ ആരും നമ്മുടെ പട്ടിക്കുഞ്ഞിനെ കെയർ ചെയ്യില്ല, അത് പെത്രയാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് അവൻ്റെ മുടിയൊക്കെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെട്ടിച്ചിട്ടോ. പെറ്റിനെ നോക്കുന്ന ഹോസ്പിറ്റലുണ്ട് ലിലോങ്ങയിൽ, അവിടെ കൊണ്ടുപോയി അവൻ്റെ മുടിയൊക്കെ വെട്ടിച്ച് സുന്ദരനാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര തുള്ളിക്കളിയിലാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ മേത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇങ്ങനെ മേത്തേക്ക് ചാടി വരും കേട്ടോ. വേറെ പിന്നെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വേണ്ടില്ല. ഇപ്പോൾ അവിടെ പുറത്ത് കളിച്ചിട്ട് വന്നത്, അപ്പോഴാണ് എന്നെ കാണുന്നത്. രാവിലെ നെൽസൺ നമ്മുടെ ഗാർഡൻ ബോയ് വരുമ്പോഴാണ് ഇവനെ പുറത്തിറക്കാറുള്ളത്. അപ്പോൾ ആ പുറത്തത്തെ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അവൻ എന്നെ കാണുക. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ്. പിന്നെ മെയ്സിൻ്റെ ഒരു ഇലയൊക്കെ കടിച്ച് നോക്കുന്നുണ്ട് പുല്ലാണോ എന്ന് വിചാരിച്ചിട്ട്. കാരണം പട്ടിക്കുഞ്ഞുങ്ങൾക്ക് വയറിന് ചെറിയ എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ അവർ പുല്ല് കഴിക്കുന്നത് ഒരു അവരുടേതായിട്ടുള്ളൊരു ലോക്കൽ മെഡിസിൻ ആട്ടോ. അതായത് അവർ തന്നെ സ്വയം കണ്ടെത്തിയിട്ടുള്ള ഒരു ലോക്കൽ മെഡിസിനാണ്. പിന്നെ അതേ നമ്മുടെ കുമ്പളത്തിൻ്റെ തൈ ഈ ഒരു ഫെൻസിങ് കൂടെ പടർന്ന് കയറിയിട്ടുണ്ട്. അതിലൊരു കുമ്പളം ഉണ്ടായിട്ടുണ്ട്. അറിയില്ല അത് വലുതായി കിട്ടുമോ, ഇനി പ്രാണികൾ കുത്തുമോന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും പേപ്പർ കുത്തി കൊടുത്തിട്ടില്ല കേട്ടോ. ഉണ്ടാവണ കണ്ടപ്പോൾ പിന്നെ ആ പേപ്പറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അത് വലുതാവണുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്ത് ഇതേ നമ്മുടെ ഒരു തണ്ണിമത്തൻ പുറത്തേക്ക് വള്ളി പോയതിലുണ്ടായി തണ്ണിമത്തൻ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അതിലൊക്കെ മഞ്ഞ കളർ വന്നു കേട്ടോ. അപ്പോൾ ടോട്ടൽ 4 തണ്ണിമത്തനാണ് നമുക്കുള്ളത്. ആ 4 തണ്ണിമത്തനും ഡാർക്ക് ഗ്രീൻ കളർ, അതായത് നല്ല കട്ട പച്ച കളറിലുണ്ടായിരുന്ന തണ്ണിമത്തനൊക്കെ കളറ് മാറി ഇളം മഞ്ഞ കളറൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇത് മൂത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ തണ്ണിമത്തനെ പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് മൂത്തോ ഇല്ലയോ, അതായത് പറിക്കാറായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റിൽ പറയണേ. ഇത് വേറൊരു കുഞ്ഞ് തണ്ണിമത്തൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് അത് വളർന്നു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ തണ്ണിമത്തനൊക്കെ പോകാനാവണതിന് മുന്നേ ഒന്ന് ഒരെണ്ണെങ്കിലും പറിച്ച് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഉണ്ടമുളക്
ഉണ്ടമുളക് ഇത് ഒരുപാട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. 2 മുളക് ഞാനവിടെ വിത്തിന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. 2 3 ഉണ്ട്. 3 നല്ല ചുമന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വിത്തായി കഴിയുമ്പോൾ എടുത്ത് മാറ്റി വെക്കണം. രണ്ടാമത് നമുക്ക് ഉണ്ടാക്കാമല്ലോ. പിന്നെ ഈ ഒരു മുളകിൻ്റെ ചെടീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എവിടെ നട്ടാൽ അത് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കോമ്പൗണ്ടിൽ പല സ്ഥലങ്ങളും നട്ടിട്ടുണ്ട്, അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൃഷീൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അതായത് പുതിയ പുതിയ അപ്ഡേഷൻസ്, ഇപ്പം നമ്മുടെ തണ്ണിമത്തൻ മൂത്തതാണെങ്കിൽ അതിൽ മഞ്ഞ കളർ വന്നതാണെങ്കിലൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ കാണിച്ചു തന്നെ. തങ്കുമോൻ ഇതാണ് അതിലൊക്കെ ഓടിക്കളിച്ച് വന്ന് ഇപ്പോൾ തമാലേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. തമാല ചെറുപയർ നന്നാക്കുകയാണേ. ചെറുപയറിൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറുപയറിൽ നമുക്ക് 2 തരം ചെറുപയർ മിക്സ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് എത്ര നമ്മൾ വെള്ളത്തിൽ കുതിർത്താലും കുതിരാത്ത തരം ചെറുപയർ അതിലുണ്ട്. പിന്നെ വെള്ളത്തിൽ പെട്ടെന്ന് കുതിർന്നു പോകുന്ന ചെറുപയറും അതിലുണ്ട് കേട്ടോ. അപ്പോൾ അവളത് ശരിയാക്കി എടുക്കുകയായിരുന്നു. അപ്പോൾ നെൽസിന് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുമ്പോൾ അത് പൊട്ടാറുണ്ട്, അതുപോലെ വെയിലൊക്കെ തട്ടിയിട്ട് പൊട്ടാറുണ്ട്. അപ്പോൾ ആ ഭാഗം പ്ലാസ്റ്റിക് വെച്ച് അടയ്ക്കുകയാണ് കേട്ടോ. തങ്കും അതിൽ ഓടിക്കളിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കൊറിയാണ്ടർ നട്ട് വളർത്തിയിട്ടുള്ള ചെറിയൊരു സംഭവമാണ്. ചെറിയൊരു മരത്തിൻ്റെ ഒരു പെട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിലാണ് ഞാൻ ചെറിയ ചെറിയ തൈകളൊക്കെ നട്ട് വളർത്താറുള്ളത്. അപ്പോൾ കൊറിയാണ്ടർ കുറേ ഉണ്ടായിട്ടുണ്ട്, മല്ലിയില. അതിനോടൊപ്പം തന്നെ ചെറിയ വാടാമല്ലിൻ്റെ തൈയൊക്കെ ഉണ്ട്. വാടാമല്ലിൻ്റെ തൈ ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസം മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. അത് മാറ്റി നട്ടതിൽ ബാക്കിയുള്ള തൈയാണ് കേട്ടോ. പിന്നെ കുറച്ച് വഴുതന തൈയാണ് അത് നിങ്ങൾ കണ്ടത്. കുറച്ചല്ല, ഒരുപാട് വഴുതന തൈ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി നടണം. വഴുതനേൻ്റെ വിത്ത് നട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നട്ട എല്ലാ വിത്തുകളും മുളച്ചിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് കൂട്ടായിട്ട് വഴുതന തൈ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് കഴിക്കാനുള്ള സ്മൂത്തി ഉണ്ടാക്കുകയാണ്. 1 സ്പൂണ് ഓട്സും പിന്നെ ഒരു 4 ബദാമല്ല ആൽമണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു റോബസ്റ്റ പഴം. പിന്നെ ഇത് ഇന്നലെ ഇവിടെ പിള്ളച്ചേട്ടൻ്റെ വാഴ വെട്ടിയപ്പോൾ തന്ന പഴമാണ്. ഒന്നല്ല, കുറേ ഉണ്ട്. നല്ല മധുരം ഉണ്ട്, നല്ല മധുരമുള്ള ചെറിയ പഴമാണ്. അപ്പോൾ ഇത് അരക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിടണം, എന്നെങ്കിലും എനിക്കിത് കഴിക്കാൻ കഴിയുള്ളൂ. അപ്പം സ്മൂത്തിയാണ്. അരിഞ്ഞേട്ടൻ രാവിലെ പഴങ്കഞ്ഞി കുടിച്ചു പോയി. തമാലയ്ക്ക് ഞാൻ ചീയപ്പം ഉണ്ടാക്കിയപ്പോൾ ഒരു രാവിലെ തന്നെ 3 ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം ഇതുണ്ടാക്കാം. ഈ രാവിലെ തന്നെ പുട്ടും കടലയും ദോശയും സാമ്പാറും ചട്നിയൊക്കെ കഴിച്ച് ശീലിച്ച ഞാൻ ഈ ഒരു സ്മൂത്തിയിലേക്ക് മാറുമ്പോൾ ആദ്യം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇത് അതായത് കഴിച്ച് തുടങ്ങിയതിന് ശേഷം നമുക്കത് ഇഷ്ടപ്പെട്ടു പോകും. അതായത് ഷുഗർ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തു. അപ്പോൾ ഈ സ്മൂത്തിക്കും വലിയ ഷുഗറില്ല. ഞാൻ ഷുഗർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വേറെ സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഈ പഴം തന്നെ ഉള്ളതിൽ. അപ്പം എനിക്ക് എന്തോ ഇപ്പോൾ സ്മൂത്തി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൽ കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞിടുമ്പോൾ ഒന്നും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ സ്മൂത്തീനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ സ്മൂത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും ഞാൻ ചേർക്കാറില്ല. ഒരു 4-5 ആൽമണ്ടും കുറച്ച്, അതായത് 1 സ്പൂണ് റോൾഡ് ഓട്സും പിന്നെ ഇതേപോലെ ഒരു ബനാനയാണ് ചേർക്കാറുള്ളത്, റോബസ്റ്റ ബനാന. കാരണം മലാവിയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ റോബസ്റ്റയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിവിടെ റോബസ്റ്റ ബനാനയ്ക്ക് ഒരു കുറവുമില്ല, ഒരു ക്ഷാമവും ഇല്ല. അപ്പോൾ അത് ഇഷ്ടംപോലെ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫ്രൂട്ട്സ് എന്തെങ്കിലും അരിഞ്ഞിട്ടാൽ നമുക്ക് കഴിക്കാൻ സുഖമാണ്. അപ്പോൾ വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ചെറിയൊരു പഴം ഞാൻ അതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വലിയ കലോറി ഒന്നും നോക്കിയിട്ടൊന്നുമല്ല, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വണ്ടീൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ കോമ്പൗണ്ടിലുള്ള വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. അതാണ് കേട്ടോ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങളൊന്ന് ഒഴിവാക്കി തരണേ. അതായത് ഒഴിവാക്കി തരില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണേ. അപ്പോൾ അത് സ്മൂത്തി ഉണ്ടാക്കി. അപ്പോൾ മിക്സിയിലിട്ട് അത് മിക്സ് ചെയ്തതിന്, അതായത് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചിയ സീഡ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ഈ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഓട്സ് സ്മൂത്തിയാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ബീഫ് വരട്ടിയത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് വരട്ടിയത് ഉണ്ടാക്കണം. ബീഫ് കറിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കണത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് എല്ലാം കൂടെ കുക്കറിൽ ഇട്ടിട്ട് വിസിലടിച്ച് അത് വെന്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പാനിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഇളക്കി ഡ്രൈ ആക്കാമെന്ന് വിചാരിക്കുന്നത്. സാധാരണ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കറിലിടാതെ നോർമൽ നല്ല വിറകടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല രീതിയിൽ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ നാട്ടിൽ ചെന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വിറകൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അതൊക്കെ ഒന്ന് പരീക്ഷിക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബീഫ് ഫ്രൈ അല്ല, ഡ്രൈ ആയിട്ട് നമ്മൾ വറ്റിച്ചിങ്ങോട്ട് എടുക്കുമല്ലോ, നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം, ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം.
പിന്നെ ഒരുപാട് നേരം നമ്മളിങ്ങനെ വഴറ്റി നിൽക്കാനൊന്നും നിൽക്കണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാം കൂടെ നമ്മുടെ കുക്കറിലിട്ടിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം കുറച്ച് കറിവേപ്പില, ഉള്ളി ഇടാം. ഉള്ളീനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം ചെറുതായിട്ട് ഉള്ളി ഒന്ന് വാടിയിട്ടുള്ളൂ, വഴണ്ടിട്ടില്ല, വാടി വരുന്നുള്ളൂ. നമുക്ക് നമ്മൾ അരച്ച് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ച് പിറ്റേന്ന് അത് എടുക്കുമ്പോഴത്തേക്കിനും അതിലേക്ക് എല്ലാ മസാലയും പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഒന്നും കൂടി ചൂടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബീഫ് ബിരിയാണി, മീൻകറി ഇതൊക്കെ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിറ്റേന്ന് കഴിക്കാൻ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം, മസാലപ്പൊടികൾ. ഇപ്പോൾ കറിവേപ്പില നമ്മുടെ മലാവിയിൽ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മലാവിയിൽ കുറേ സ്ഥലങ്ങളിലുണ്ട് കറിവേപ്പില, നമ്മുടെ അടുത്തില്ലാന്നേ ഉള്ളൂ. അപ്പം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാൻ കുറച്ച് ഇട്ടൂന്നേ ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ജീരകപ്പൊടി, മസാലപ്പൊടി, എല്ലാ പൊടികളും ഞാൻ ഏകദേശം എല്ലാ പൊടികളും ഇടാറുണ്ട്. കുരുമുളക് പൊടി ഇടണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എരിവ് കൂടുമെന്ന് അറിയില്ല, അതിൽ കിടക്കട്ടെ. ഇനി കുറച്ച് മസാലപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇടാം. ഇപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉണ്ടാക്കാണ്. ഇതിലേക്ക് കുറച്ചൊരു എണ്ണ ഒഴിച്ചു കൊടുക്കാം. പൊടി ഒന്നും കൂടി ഒന്ന് മൂത്തോട്ടെ. എണ്ണ കുറവാണ്, ഞാൻ ആദ്യം ഒഴിച്ച എണ്ണ കുറച്ച് കുറവാണ്. നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബീഫൊക്കെ ഇട്ടതിന് ശേഷം കുറച്ചുകൂടെ കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നാരങ്ങനീര് ചേർക്കണം. നാരങ്ങനീര് ചേർത്തിട്ടുണ്ടെങ്കിൽ ബീഫ് പെട്ടെന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇത് വേവാൻ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങനീര്, ഒരു നാരങ്ങ മുറിച്ച് അത് ഫുള്ളായിട്ട് അതിലത്തെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ഉപ്പ് വേണോ അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ 1 കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഞാനിത് ഡ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഡ്രൈ ആക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വിസിൽ ചെയ്ത് വരാം. അപ്പോഴത്തേക്കിനും ഇത് റെഡിയാകും. അപ്പോൾ ഞാൻ കുക്കറൊന്ന് അടച്ച് വെക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗീ റൈസാണ് ഈ പാത്രത്തിൽ അടച്ച് വെച്ചിട്ടുള്ളത്. അപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇങ്ങനെ തന്നെയാണോ ബീഫ് ഇങ്ങനെ വരട്ടി ഡ്രൈ ആക്കി എടുക്കാമെന്നൊന്നും അറിയില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വെന്തിട്ടുള്ള നമ്മുടെ ആ ബീഫിൻ്റെ ആ ഒരു സംഭവം മൊത്തം ഉണ്ടല്ലോ, ആ ഒരു ചട്ടിയിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ടേസ്റ്റും കുറച്ച് കൂടും. പിന്നെ ബീഫൊക്കെ ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. നമ്മളെ വെളിച്ചെണ്ണയൊക്കെ കുറേ മുന്നേ തന്നെ കഴിഞ്ഞു പോയി. അപ്പോൾ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ആക്കി വരാം. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റേജിലേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ചെറുതായിട്ട് ഗ്രേവി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇതേ നല്ല അടിപൊളി ഗീ റൈസ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ബീഫ്. ഇതിന് മുന്നേ കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഗീ റൈസൊക്കെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്രേവി ടൈപ്പ് കഴിക്കണം തോന്നിയാൽ വെച്ചിട്ട് ഞാനത് കുറച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഗീ റൈസും ആയി, ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ബീഫും ആയി, പിന്നെ എന്താ കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള ബീഫും ആയി. അപ്പോൾ എല്ലാം റെഡിയാണ്. അരുണേട്ടൻ ചോറുണ്ണാൻ വന്നതാണ് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ ചോറ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരുണേട്ടൻ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചല്ലേ, ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കട്ടയൊക്കെ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ അരുണേട്ടൻ ആർക്കും മെസ്സേജ് ചെയ്തിട്ട് ഭയങ്കര തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് തന്നെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കണം. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.